ഹലോ കുട്ടികളെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. ബോർഡിലെ ക്വസ്റ്റ്യനിലോ കൺവേർഷൻ ഓഫ് എ മോളിക്യൂൾ എക്സ് ടു വൈ ഫോളോസ് സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ്. ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് എക്സ് ഇസ് ഇൻക്രീസ്ഡ് 3 times, ഹൗ വിൽ എഫക്ട് ദ റേറ്റ് ഓഫ് ദി ഫോർമേഷൻ ഓഫ് വൈ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. കെമിക്കൽ കൈനറ്റിക്സിലെ അനദർ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എക്സ് എന്ന് പറയുന്ന ആള് വൈ ആയിട്ട് മാറുന്നത് ഫോളോ ചെയ്യുന്ന കൈനറ്റിക്സ് ഏതാണ്? സെക്കൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷന്റെ റേറ്റ് എഴുതുമ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ, അതിന്റെ പവർ എഴുതുമ്പോൾ 2 എന്ന് എഴുതണം. കാരണം എക്സ് വൈ ആയിട്ട് മാറുന്നത് സെക്കൻഡ് ഓർഡർ എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ക്ലിയർ ആണ്? എക്സ് വൈ ആയിട്ട് മാറുന്നത് ഏത് ഓർഡർ എന്നാ പറയുന്നത്? സെക്കൻഡ് ഓർഡർ എന്നാ പറയുന്നത്. ഓക്കെ. രണ്ടാമത് അതിന്റെ കോൺസെൻട്രേഷൻ, എക്സിന്റെ കോൺസെൻട്രേഷൻ 3 times കൂടിയാൽ എന്ന് പറഞ്ഞാൽ പുതിയൊരു റെഡ് കോൺസ്റ്റന്റ് എഴുതുക. ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു എക്സിന്റെ കോൺസെൻട്രേഷൻ 3 times 3x എന്ന് പറഞ്ഞ് സ്ക്വയർ ചെയ്യുക. വിച്ച് മീൻസ് ആരാണ്? ആർ ഡാഷ് ഈക്വൽ ടു 3 സ്ക്വയർ 9 അല്ലേ, അത് പുറത്തെടുക്കുക. അപ്പൊ ആര് വരും? ആർ ഡാഷ് ഈക്വൽ ടു 9 പുറത്ത് 9 കെ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് വരും. എക്സിന്റെ കോൺസെപ്റ്റ് 3 times ആകുമ്പോൾ 3x സ്ക്വയർ എഴുതണം. 3 സ്ക്വയർ 9 പുറത്തെടുക്കുമ്പോൾ 9 കെ എക്സ് സ്ക്വയർ എന്ന് വരും. ക്ലിയർ കുട്ടികളെ? ഇതെന്ന് പറഞ്ഞ ആരാണ്? പഴയ റെഡ് കോൺസ്റ്റന്റ് അല്ലേ. അപ്പൊ പുതിയ റെഡ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന റെഡ് കോൺസ്റ്റന്റിനേക്കാളും 9 times ഇൻക്രീസ് ആകും. അപ്പൊ ഹൗ വിൽ എഫക്ട് ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് വൈ വിൽ ഇൻക്രീസ് 9 times. മനസ്സിലായോ? ഇത് എക്സാമിന് ചോദിച്ചിരിക്കൂടാ. നോട്ടേ മനസ്സിലായല്ലോ? നമുക്ക് നെക്സ്റ്റ് ഷോർട്ടിൽ വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പരിചയപ്പെടാം. ഓക്കെ, ബൈ.